cameras to identify fires in their early stages. ഇത് ഞാൻ ഡെവലപ്പ് ചെയ്ത അഗ്നിദേവ റോവർ എന്ന് പറഞ്ഞൊരു റോബോട്ടാണ്. അതായത് ഫയർ ഫൈറ്റേഴ്സിന് അവർക്ക് അസിസ്റ്റിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റോബോട്ടിക് AI ഏജൻറ്റ് സിസ്റ്റമാണ്. അതായത് ഈ റോവറിനകത്ത് അതായത് ഈ റോവർ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നമ്മളുടെ റോബോട്ടിക്സിൽ AIയും അതുപോലെ മെഷീൻ ഇൻ്റഗ്രേഷനും ഒരേ സമയത്ത് വർക്ക് ചെയ്യാം. സോ അതിപ്പോഴത്തെ ലാംഗ്വേജ് സിസ്റ്റംസ് കൊണ്ട് സാധ്യമല്ല, കാരണം അതിൻ്റെ ഇൻ്റഗ്രേഷൻ ഇപ്പോൾ ഇല്ല. സോ നമ്മൾ ചെയ്യുന്നത് പ്രൊജക്റ്റ് AR എന്ന് പറയുന്ന പുതിയൊരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും. അത് C++ഉം പൈത്തണിൻ്റെയും ഫൗണ്ടേഷൻ ആക്കി എടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ ലാംഗ്വേജ് അറ്റ് ദ സെയിം ടൈം AI മോഡൽ സ്ട്രെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ആ AI മോഡൽ ഉപയോഗിച്ച് ഈ റോവറിനെ കൺട്രോൾ ചെയ്യാനും സഹായിക്കും. അത് ജസ്റ്റ് അതിൻ്റെ ടെക്നിക്കൽ ബേസാണ്. സോ ഇനി ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. ആദ്യം തന്നെ ഇതിനകത്ത് ഈ സോഫ്റ്റ്വെയർ ഞാനാണ് ഡെവലപ്പ് ചെയ്തത്. ഇതാണ് കൺട്രോൾ സെൻറ്റർ സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് ആദ്യം തന്നെ അതായത് റോബോട്ടിനെ കൺട്രോൾ റൂമിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ്. അതായത് ഇതിൻ്റെ നോസിലും പിന്നെ സെൻസറിൻ്റെ ഇതും നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം. അതുപോലെ ഈ റോബോട്ടിൻ്റെ മൂവ്മെൻറ്റും ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതാണ് അവരുടെ, അതായത് നമ്മുടെ കൺട്രോൾ റൂമിൽ നിന്ന് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം. പിന്നെ ഉള്ളതാണ് ജസ്റ്റർ കൺട്രോൾ. അതായത് അവിടെയുള്ള ഫയർ ഫൈറ്റേഴ്സിന് ഓൺ സ്പോട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാം ഈ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ. ഇപ്പോൾ അതിനകത്ത് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ലാപ്ടോപ്പിൻ്റെ ക്യാമറയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ഹാൻഡിനെ ഇത് ട്രാക്ക് ചെയ്യും. എൻ്റെ ഹാൻഡിനെ ഇത് മാപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ അതായത് ഇപ്പം ഓൺ സ്പോട്ടിൽ ഫയർ ഫൈറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് വോയിസ് മോഡ്. അതായത് ഫയർ ഫൈറ്റേഴ്സിനെ ഓൺ ടൈമിൽ എന്നോട് സംസാരിച്ച് അതായത് കുറേ കമാൻഡ്സ് പറഞ്ഞുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാം. ലൈക്ക് ഫോർവേഡ്, ബാക്ക്വേർഡ്, സ്റ്റോപ്പ്, ഇങ്ങനെ. അപ്പോൾ അത് ഓൺ ടൈമിൽ അതിലേക്ക് വിവരങ്ങൾ എത്തിക്കും. സോ ഇത് ഓൺ ടൈമിൽ ഇത് പ്രോസസ്സ് ചെയ്യും. പിന്നുള്ളതാണ് ഇതിനകത്ത് ഓട്ടോ മോഡ് എന്ന് പറയുന്നത്. ഓട്ടോ മോഡിൽ അതായത് ഇപ്പോൾ ഇതിനെ എവിടെയെങ്കിലും നിർത്തിക്കൊണ്ട്, അതായത് ഇപ്പോൾ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലെയിം അവിടെ ഇത് സ്റ്റേ ചെയ്യുമ്പോൾ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സമയത്ത് ഈ സെർവർ, അപ്പോൾ ഇതിൻ്റെ പൊക്കത്ത് നോസിൽ കാണും, അവിടെ വെള്ളം ആ പ്രത്യേക ഭാഗത്തേക്ക് വെള്ളം കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ ഞാൻ ആക്ടിവേറ്റ് ഓട്ടോ മോഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാനിവിടെ കാണിച്ചു. സോ അത് അവിടെ സ്റ്റോപ്പ് ആവും, കാരണം ഈ ഭാഗത്തേക്ക് വെള്ളം വീഴാനായിട്ട്. ഇപ്പോൾ ഞാൻ ഇത് കാണിച്ചിട്ടില്ല, അതിന് പകരം പമ്പിന് പകരം അവിടെ ഒരു LED കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ കണ്ടോ, അവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ടോ, LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ, അതായത് ഓൺ ടൈമിൽ അത് മാനേജ് ചെയ്യും. പുതിയ ഒരു ഇതാണ് ലൈക്ക് ഇതിനകത്ത് വി കണക്ട് എന്ന് പറഞ്ഞ ഫീച്ചർ. വി കണക്ട് എന്ന ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഉപയോഗിച്ച് അവിടെയുള്ള ഓൺ സൈഡിലുള്ള ഫയർ ഫൈറ്റേഴ്സായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് ആ സമയത്ത് ഈ റോബോട്ടിലൂടെ കൺട്രോൾ റൂമിലെ വാക്കി ടോക്കി പോലെ എത്തിക്കും. Hey, this is just to demonstrate the working of this feature, vConnect. Okay. This is just to demonstrate the working of this feature, vConnect. So, ഇങ്ങനെ നമുക്ക് അതായിട്ട് സംസാരിക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇതിനകത്തൊരു AI മോഡലുണ്ട്. സോ ഇപ്പോൾ AI മോഡലിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അവിടെ ഫ്ലെയിം സെൻസർ ഡീആക്ടിവേറ്റഡ് ആണ്. ഓക്കെ, ഫ്ലെയിം സെൻസർ ഡീആക്ടിവേറ്റഡ് ആണ്. ആ സമയത്ത് നമുക്ക് ഇപ്പോൾ ഞാൻ ഇതിനകത്തൊരു AI ഉണ്ട്. സോ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മൊത്തം ആയിട്ടുള്ള അറിവുണ്ട്. സോ ഞാനിപ്പോൾ ചോദിക്കുകയാണ്, റോവറിൽ നിന്ന് എടുത്ത് തരാൻ ഇത് സഹായിക്കും. Hello, I am Agnideva, developed by Argentina. How can I assist with the rover?
what is the current status of the rover? ഓക്കെ, സോ ഇവിടെ റോവർ സ്റ്റാറ്റസ് അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സെൻസേഴ്സിൻ്റെ വാല്യൂസും ഫ്ലെയിം സെൻസറിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസും. സോ ഇങ്ങനെ നമുക്ക് ആ സ്പോട്ടിലുള്ള ഇത് അവർക്ക് ലൈവ് ടൈമിലായിട്ട് അറിയാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് ഒരു ടോക്കിംഗ് മോഡുണ്ട്. അതായത് ഫയർ ഫൈറ്റേഴ്സിന് ഓൺ സ്പോട്ടിൽ എന്തെങ്കിലും ചാലഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം എന്ന് ചോദിക്കും. അത് ചോദിക്കാൻ അത് അതിൻ്റെ ഇത് എന്ത് ചെയ്യണമെന്ന് സ്ട്രാറ്റജൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. ഓക്കെ, സോ ഞാനിപ്പം I faced a huge fear. What should I do now? I'm here to assist you. Please provide more details about the situation you are facing, and I will do my best to offer guidance or support. If this is related to a specific task or mission, let me know how I can help. We faced a fire barrier, so please help us. കറൻ്റ്ലി ആ റോവർ അത് പ്രോസസ് ചെയ്യുവാണ്. സോ ഇതിനകത്ത് GPT-3 എന്ന് പറഞ്ഞ AI മോഡൽ റൺ ചെയ്യുന്നുണ്ട്. Understood. I recommend that we assess the situation and devise a plan to deal with the fire barrier. Please provide me with the following information. 1. The exact location of the fire barrier. 2. Any obstacles or conditions in the environment that I should be aware of. 3. If there is any team present that requires assistance or coordination. Once I have this information, I can assist you effectively. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഇതൊരു ലൈവ് സിറ്റുവേഷൻ ആണെങ്കിൽ ഇത് ഓൺ സ്പോട്ട് ഇത് അറിയുന്നതാണ്. ലൈക്ക് ഈ സെൻസേഴ്സിൻ്റെ വാല്യൂസ് വെച്ച് ഇപ്പോൾ ഒരു ഇത് ലൈവ് അല്ലാത്തതുകൊണ്ട് ഇറ്റ്സ് ജസ്റ്റ് ആസ്ക് us ഒരു സിമുലേറ്റ് ചെയ്യാനായിട്ട്. സോ ഇതാണ്